പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ്. സാൻഡോ മിഷൻ ക്രിസ്ത്യൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ സീറോ മലബാർ ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തിയുള്ള താമരശ്ശേരി രൂപതയിലെ താമരശ്ശേരി ഫൊറോന മേരി മാതാ കത്തീഡ്രൽ ഇടവകയിൽ നമ്മുടെ പ്രേഷിതവാഹിനി ഇന്ന് എത്തി നിൽക്കുമ്പോൾ നമുക്ക് അവശേഷിക്കുന്നത് ഒരു പാർട്ടിസിപ്പന്റ് ആണ്. ഒരു വാശിയേറിയ മത്സരം തന്നെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. ആ ബാക്കി നിൽക്കുന്ന ഒരു പാർട്ടിസിപ്പന്റിനെ ഏറെ സ്നേഹത്തോടെ നിറ കയ്യടികളോടെ തന്നെ നമുക്ക് MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ പ്രേഷിത വാഹിനി കയറാനായിട്ട് അത്രയും ഉത്സാഹത്തോടെയാണ് അലന്റെ വന്ന് നിൽക്കുന്നത്. അതിനു മുന്നേ അലന്റയെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഇവർക്ക് കാണിച്ചു കൊടുക്കാം. ഹായ്, ഞാൻ അലൻഡ മാത്യു. എൻ്റെ വീട്ടിൽ ചാച്ചൻ, അമ്മ, ചേട്ടൻ, ചേച്ചിയാണുള്ളത്. ചാച്ചൻ്റെ പേര് മാത്യു ജോസഫ് എന്നാണ്. അമ്മ മിനി മാത്യു, ചേട്ടൻ അമൽ മാത്യു, ചേച്ചി അലീന മാത്യു. വീട്ടിലെ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. നല്ല ഡിഫറൻസ് ഉണ്ട്, ഏജ് ഡിഫറൻസ് നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നെ ഒരു വളരെയധികം കെയർ ചെയ്തിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ദൈവവിശ്വാസത്തിലാണെങ്കിലും അതുപോലെ തന്നെ സമൂഹത്തിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും ഇണങ്ങിയാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ സ്ഥലം. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ എല്ലാം കൃഷിയായിട്ട് വളരെയധികം അറ്റാച്ച്ഡാണ്. പറമ്പും റബ്ബറും അതുപോലെ തന്നെ വാഴയും എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കട്ടിപ്പാറ തന്നെ പറയും. കാരണം ഇത്രയധികം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു ഇടങ്ങളിലായിട്ട് വേറെ അധികം ഉണ്ടാവാറില്ല. ഇതാണ് എൻ്റെ ഇടവക പള്ളി, തിരുക്കുടുംബ ദേവാലയം. താമരശ്ശേരി രൂപതയിലെ ഒരു ചെറിയ ഇടവകയാണ് കട്ടിപ്പാറയിലെ ഈ തിരുക്കുടുംബ ദേവാലയം. കാടുകളോടും മലകളോടും ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തെ മുഴുവൻ അനുഗ്രഹീതപ്രദമാക്കുന്നത് ഈ ദേവാലയമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള അനുഗ്രഹവും ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും ഒപ്പം എല്ലാ വ്യക്തികളിലേക്കും ആ അനുഗ്രഹം പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നു. അലൻജയുടെ പ്രൊഫൈല് നമ്മൾ കണ്ടു. മനോഹരമായ പ്രൊഫൈല്. വീടിനടുത്തുള്ള റബ്ബർ തോടും കാടും മലയൊക്കെ നിറഞ്ഞൊരു സ്ഥലത്താണോ? അതെ. വീട്ടിലെ ഇളയ കുട്ടിയാണ്. അതിന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്താണ് എല്ലാവരും വളർത്തിയിരിക്കുന്നത്. അപ്പോ കൂടുതൽ നമുക്ക് അലൻജയെ കുറിച്ച് അറിയണം. പക്ഷെ അതിനു മുൻപ് നമ്മുടെ ക്വിസ് സ്റ്റാർട്ട് ചെയ്യണം. പ്രേക്ഷിത വാഹനത്തിൽ കയറിയാലോ? അലൻജ, റൂൾസ് എല്ലാം കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ആ 4 റൗണ്ടുകളൊന്ന് കണ്ടാലോ?
ഇതിൽ ഏത് റൗണ്ടാണ് അലൻ്റെ ആദ്യം ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ ആയിരിക്കും സ്ക്രീനിൽ കാണിക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 2 വിശുദ്ധരെന്ന്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട റാണി മരിയ. ആരെയാണ് ചൂസ് ചെയ്യുന്നത്? വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. അലൻ്റെ ആലോചിച്ചാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. നമുക്ക് ചോദ്യം നോക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ സേവനം അനുഷ്ഠിച്ചിരുന്ന പള്ളികൾ ഏതെല്ലാം? രാമപുരം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ സേവനം അനുഷ്ഠിച്ചിരുന്ന പള്ളികൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാമപുരവും വേറെ ഏതാ പറയുന്നത്? മനങ്കാവ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെറിയൊരു സംശയമാണ് പറഞ്ഞിട്ടുള്ളത്. കടനാട്, രാമപുരം. ഇതിൽ പാതി ഉത്തരം ശരിയായിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യണ്ടേ? ഓഡിയൻസ് പറ, സമ്മാനം കൊടുക്കണോ വേണ്ടയോ? എന്തോ നല്ല സ്നേഹമുള്ള ഓഡിയൻസ് ആണ്. കൊടുത്തോന്നാണ് പറയണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമ്മാനം കൊടുത്താലോ? ഇതിൽ പാതി ഉത്തരം ശരിയാക്കിയതല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ആ സമ്മാനം കൊടുക്കാം. കൊടുത്തേക്കാം. ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് പോയാലോ? ഇനി 3 റൗണ്ടാണ് അവശേഷിക്കുന്നത്. ഈ 3 റൗണ്ടിൽ ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ. വിഷ്വൽ റൗണ്ടായ ജെറീക്കോയാണ് അലൻ്റെ അടുത്തതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടാകും. വളരെ ശ്രദ്ധയോടെ ആ വീഡിയോയിൽ പറയുന്ന നോട്ട്സ് എല്ലാം കുറിച്ചെടുക്കുക. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കാനായിട്ട് അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്. അത് അലൻ്റെക്ക് യൂസ് ചെയ്യാം. ജെറിക്കോ റൗണ്ടിലെ വീഡിയോ കണ്ടാലോ? വീഡിയോ നമുക്ക് കാണാം. എൻ്റെ പേര് ഫാദർ ബിബിൻ. ഞാൻ CST കോൺഗ്രിഗേഷണൽ അച്ഛനാണ്. ഗോരഖ്പൂർ നേപ്പാൾ പ്രൊവിൻസിലെ അംഗവും കൂടിയാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ശിവദാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം 52ാമത്തെ ഡിസ്ട്രിബ്യൂഷനാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ജപ്പാൻ ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് റിലീഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ 52 ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഏകദേശം 36 ജപ്പാൻ ഗോത്രവർഗ്ഗത്തിലെ കുടുംബങ്ങൾക്കാണ് അരിയും ദാലും ഉപ്പും അതേപോലെ കൊച്ചു പിള്ളേർക്ക് ന്യൂട്രീഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആപ്പിളും ബിസ്ക്കറ്റും അതേപോലെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഏരിയ എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ പ്രത്യേക ഗോത്രവർഗ്ഗക്കാരെ എന്തുകൊണ്ട് നമ്മൾ സഹായിക്കുന്നു എന്ന് വെച്ചാൽ, നേപ്പാളിലെ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരാണ് ജപ്പാൻ വർഗ്ഗക്കാർ. അലൻഡ, വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചില്ലേ നന്നായിട്ട്? നമുക്കൊന്ന് ചോദ്യം കണ്ടാലോ? ജെറിക്കോ റൗണ്ടിലെ ചോദ്യം കാണാം. ഫാദർ ബിബിൻ മറ്റത്തിൽ CST സന്യാസ സമൂഹത്തിന്റെ ഏത് പ്രൊവിൻസിലെ അംഗമാണ്? ഗോരഖ്പൂർ. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. ഗോരഖ്പൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗോരഖ്പൂർ, നേപ്പാൾ. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടില് ഈ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അലൻഡിയയുടെ 2 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓഡിയൻസിന് ഒരു റൗണ്ട് വേണ്ടേ? ചോദ്യം വേണ്ടേ? എല്ലാവരും റെഡിയാണ് സമ്മാനം മേടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: താമരശ്ശേരി ആസ്ഥാനമായി പുതിയ രൂപത നിലവിൽ വന്നത് എന്ന്. ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, അവിടെ വേറെ ആൾക്കാരെ കൈപൊക്കിയിട്ടുണ്ട്. പക്ഷെ ആദ്യം കൈപൊക്കിയ ആളെ വിളിക്കാല്ലേ നമുക്ക്? മുന്നോട്ട് പോരെ. 1984. 1984 ശരിയായിരിക്കോ? ശരിയാണോ? അല്ലാന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒന്നുകൂടി കറക്റ്റ് ആക്കി പറയുന്നുണ്ടോ? 1980 കറക്റ്റ് ആക്കി. 1986. കറക്റ്റ് ആണോ നോക്കിയാലോ? അവിടെ തലയാട്ടുന്നുണ്ട് കേട്ടോ ചേച്ചി. ഉത്തരം ശരിയായിരിക്കും അല്ലേ? അവിടെ രണ്ടുപേരൊക്കെ തലയാട്ടുന്നുണ്ട്. ഉത്തരം ശരിയാണെന്നാ പറയുന്നത്.
1986 ഉറപ്പിച്ചാലോ? ഉറപ്പിച്ചു. ആൻസർ കറക്റ്റ് ആണ്. 1986 ഏപ്രിൽ 28. പേരെന്താണ്? എൻ്റെ പേര് ഡോൺ. ഡോണിനേക്കാളും സന്തോഷം കൂട്ടുകാരാണ് അവരൊക്കെ ആഞ്ഞ് കൈയടിക്കുന്നുണ്ട്. അവർക്കും ഇരട്ടി സന്തോഷമായി തോന്നുന്നു. ഇങ്ങനെ സമ്മാനം കൊടുക്കാം. അലൻഡ, 2 റൗണ്ടുകൾ അവസാനിച്ചിട്ടുണ്ട്. ഒരു ഓഡിയൻസ് റൗണ്ടും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ്, എനർജറ്റിക് ആണ്. ഒട്ടും കുറയ്ക്കേണ്ട. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? 2 റൗണ്ടുകളാണ് ഇനി അവശേഷിക്കുന്നത്. ഇതിലേത് റൗണ്ടാണ് അലൻഡ ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെക്കുറിച്ച് ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ അലൻഡയെ കാത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ഈ റൗണ്ടിൽ ഉണ്ടാവുക. ചോദ്യം കണ്ടാലോ? പന്തേനൂസ് ആരായിരുന്നു? കേരളത്തിൽ നിയമിക്കപ്പെട്ട ആദ്യ മെത്രാൻ, ഭാരതസഭയുടെ വക്താവ്, അലക്സാൻഡ്രിയയിൽ നിന്നും കേരളത്തിൽ നിയമിക്കപ്പെട്ട മെത്രാപ്പൊലീത്ത, അലക്സാൻഡ്രിയയിലെ ക്രൈസ്തവ വിദ്യാപീഠത്തിന്റെ അധ്യക്ഷൻ. അലക്സാൻഡ്രിയയിലെ ക്രൈസ്തവ വിദ്യാപീഠത്തിന്റെ അധ്യക്ഷൻ. ഉറപ്പാണ്? ഉറപ്പാണ്. ഒട്ടും സംശയമില്ല. ആൻസർ ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന്റെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഡയറക്റ്റ് ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം കൂടെ നോക്കാം. ചോദ്യം ഇതാണ്: പന്തേനൂസ് കേരളത്തിൽ വന്ന വർഷം, വരാനിടയായ സാഹചര്യം. AD 190 കേരള സഭയുടെ ക്ഷണമനുസരിച്ച് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ സിദ്ധാന്തങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട്. നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്കൊട്ടും സംശയമില്ല. ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. AD 190 കേരള സഭയുടെ ക്ഷണമനുസരിച്ച് അക്രൈസ്തവ മത പണ്ഡിതന്മാരുടെ സിദ്ധാന്തങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ. കൈയടിച്ചോ? ഉത്തരം ശരിയാണ്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം കൊടുക്കാം. മൂന്ന് റൗണ്ടിലെ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞപ്പോൾ ഒരു ആനന്ദ നൃത്തം കളിച്ചാലോ എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ടോ? നമ്മൾ കളിക്കുന്ന കാര്യമാണോ പറയുന്നത്? നമ്മൾ കളിക്കുന്ന കാര്യമല്ല. ഇവിടെ ഒരാള് ഡാൻസ് ഒക്കെ ഹോബി ആയിട്ട് വെച്ചിട്ടുള്ള ഒരാളുണ്ട്. അലന്റെ ആണോ? അലന്റെ ഡാൻസ് കളിക്കും? അത്രയ്ക്ക് ഇഷ്ടമാണ്? ഡാൻസ് ഇഷ്ടമാണ്. ഡാൻസ് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ് കളിക്കാമോ? റെഡിയാണ്? അലന്റെ റെഡിയാണോ? ഒന്ന് കൈയടിച്ചേ. ഇനി നമുക്ക് അലന്റയുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് കൈയടിക്കാം. അലന്റെ താഴേക്ക് പോരെ. സാഗര തീരത്ത് സഹന സമരവേദിയിൽ ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു തിരിനാളം. ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ചെറുതിരിനാളം. സ്നേഹസാഗര തീരത്ത് സഹന സമരവേദിയിൽ ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു തിരിനാളം. ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ചെറുതിരിനാളം. കർത്താവിൻ മണവാട്ടിയാ
ചെറുതിരിയായി കർത്താവിനായി എരിഞ്ഞവൾ വിളങ്ങി നിന്നൊരു ചെറുതിരിയായി കർത്താവിനായി എരിഞ്ഞവൾ കാലിടറാതെ കരങ്ങൾ കൂപ്പി കാലിടറാതെ കരങ്ങൾ കൂപ്പി കാരുണ്യവാനാം ഈശോയെ സ്തുതിച്ചു നിന്നു കാരുണ്യവാനാം ഈശോയെ സ്തുതിച്ചു നിന്നു കർത്താവിൻ മണവാട്ടിയാം വിശുദ്ധ അൽഫോൻസാ കർത്താവിൻ പ്രിയദാസിയാം വിശുദ്ധ അൽഫോൻസാ കേട്ടവരായിരം ഓടിയെത്തി കിടാവിളക്കൊന്നു കാണുവാൻ പുഞ്ചിരി തൂകി മാധ്യസ്ഥമേകി വിശുദ്ധ അൽഫോൻസാ പുഞ്ചിരി തൂകി മാധ്യസ്ഥമേകി വിശുദ്ധ അൽഫോൻസാ. അലങ്കയുടെ എപ്പിസോഡ് അലങ്കയുടെ ഡാൻസ് കൂടെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ല എന്ത് നല്ല ഗ്രേസ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കൈയടി കൊടുത്തേ. അടുത്ത റൗണ്ടിലേക്ക് പോവാൻ അലന്റെ റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം കണ്ടാലോ? അലന്റയ്ക്ക് അവശേഷിക്കുന്നത് ആബ്ജെൻഡസ് റൗണ്ടാണ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? സെന്റ് തോമസ്. സെന്റ് തോമസ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. AD 41 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ പടിഞ്ഞാറ് നിന്നും ഇന്ത്യയിലേക്ക് വന്നിരുന്ന കപ്പലുകൾ ഏത് തുറമുഖത്തായിരുന്നു കൂടുതലായി അടുത്തിരുന്നത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഹച്ച്, കൽക്കത്ത, ബാറൂച്ച്, ഫുർജ്. ബാറൂച്ച്. ഉറപ്പാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ബാറൂച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കിയാലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഒരു ഡയറക്റ്റ് ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം ആരംഭിക്കുന്നത്? തെയോഫിലോസ്. ഉറപ്പാണ്? ഉറപ്പാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. തെയോഫിലോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. തെയോഫിലോസിനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ റൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സമ്മാനവും നേടിയിട്ടുണ്ട്. ആ സമ്മാനം കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ് ഇല്ലേ, എത്ര എനർജറ്റിക്കും സപ്പോർട്ടീവായിട്ട് അവർ നിൽക്കുന്നത്. കയറുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും ഓഡിയൻസ് റൗണ്ടിൽ വരുന്ന ഓരോരുത്തർക്കും നല്ല കയ്യടിയും. എനിക്കിഷ്ടമായി. എത്ര നല്ല ആളുകളല്ലേ. നമ്മൾ ഓഡിയൻസ് റൗണ്ടിലായാലും ചോദ്യം ചോദിക്കേണ്ട താമസം വന്ന് സമ്മാനം മേടിച്ചിട്ട് പോവാൻ. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിനേക്കാളും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: താമരശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻ ആര്? ഇഷ്ടംപോലെ ആളുകൾ കൈപൊക്കിയായിരുന്നു. ഇഷ്ടംപോലെ ആളുകൾ പൊക്കി. ആരെയാ ഇപ്പൊ വിളിക്കാം? ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുഖം നോക്കിയാലോ നമുക്ക്? ഒരു കാര്യം ചെയ്യാം. നമുക്ക് അലന്റെ പറ, ആരെ വിളിക്കണം? അമ്മേനെ. അമ്മയെ വിളിക്കാമെന്നാണ് അലന്റെ പറയുന്നത്. എന്താ ചെയ്യാ? നമുക്ക് അമ്മയെ തന്നെ വിളിച്ചാലോ? കുഴപ്പമില്ലല്ലോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഓഡിയൻസ് ഫുൾ സപ്പോർട്ടീവ് ആണെന്ന്. കണ്ടോ? അവരെല്ലാരും കൈപൊക്കി. പക്ഷെ ആരെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോ അലന്റെയുടെ അമ്മയെ തന്നെ വിളിച്ചു. നമ്മുടെ ഓഡിയൻസ് നല്ലൊരു കൈയടി കൊടുക്കാല്ലേ നമുക്ക്? അങ്ങനെയാണെങ്കിൽ അലന്റെയുടെ അമ്മയെ പോരെ? മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി. കറക്റ്റ് ആണോ? എല്ലാരും കൈയടിക്കുന്നുണ്ട്. കറക്റ്റ് ആയിരിക്കും അല്ലേ? ഇനിയിപ്പോ ഞങ്ങളെ ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് പറയേണ്ടതില്ലല്ലോ.
മനസ്സിലായി കാണും. ആൻസർ കറക്റ്റ് ആണ്. മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി. എന്തായാലും ഒരു കാര്യം മനസ്സിലായില്ലേ, അലൻ്റെക്ക് അമ്മയോടുള്ള സ്നേഹം അല്ലേ? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മയ്ക്കുള്ള സമ്മാനം ഇപ്പൊ ആരാ തരണ്ടേ? ഇവിടെ വിളിച്ചു വരുത്താനായിട്ട് പറഞ്ഞത് മകൾ തന്നെയാ. അപ്പൊ നമുക്ക് മകളുടെ അടുത്ത് തന്നെ സമ്മാനം മേടിച്ചാലോ? അലൻ്റെ തന്നെ അതിനൊരു സമ്മാനം എടുത്ത് അമ്മയ്ക്ക് കൊടുത്തോളൂ. അലൻ്റ, 4 റൗണ്ടും കഴിഞ്ഞത് അവസാനത്തെ ജനറൽ ക്വസ്റ്റ്യനിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. നോക്കിയാലോ, അവസാനത്തെ ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിനും കൂടി കറക്റ്റായിട്ട് ആൻസർ പറയാൻ കഴിഞ്ഞാൽ മെമൻറ്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ട് വീട്ടിലേക്ക് മടങ്ങാം. അങ്ങനെയാണ് ഈ ചോദ്യം നോക്കാം. കട്ടിപ്പാറയിൽ ആദ്യമായി ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് എന്ന് ആര്? കട്ടിപ്പാറയിൽ ആദ്യമായി ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് എന്ന് ആര്? കറക്റ്റായിട്ട് അറിയില്ല, എങ്കിലും ഒരു ഗസ്സായിട്ട് പറയാം. 1950 ഫാദർ ജോർജ്. 1950 ഫാദർ ജോർജ്. ആരാണ് എന്ന് കറക്റ്റായിട്ട് അറിയില്ല അല്ലേ? വർഷം ഏകദേശം 1950 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഡിയൻസിന് ഹെൽപ്പ് വേണോ? ഒരു ഗസ്സും കൂടെ പറയാൻ പറ്റുമോ? എന്തോ ഒരു തവണയും കൂടെ ഒരു ഗസ്സും കൂടെ പറയാൻ പറ്റുമോ? ഒരു ഗസ്റ്റ് കൊണ്ട് പറഞ്ഞോ. ഫാദർ തോമസ് കൊച്ചുപറമ്പിൽ. ഫാദർ തോമസ് കൊച്ചുപറമ്പിലാണോ? അതോ നമ്മുടെ ഓഡിയൻസിന്റെ ഹെൽപ്പ് വേണോ? ഓഡിയൻസിന്റെ ഹെൽപ്പ് വേണം എന്നാണ് പറയുന്നത്. ആരാണ് ഓടി വന്ന് അലൻ്റെയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? വീണ്ടും നമ്മുടെ ചേട്ടൻ തന്നെ വന്നിട്ടുണ്ട് ആൻസർ പറയാനായിട്ട്. ഫാദർ ജോർജ് വട്ടുകുളം. കറക്റ്റ് ആണോ? 1950 വിശുദ്ധ കുർബാന ആദ്യമായിട്ട് അർപ്പിച്ചത് കല്ലാനോട് വികാരിയായിരുന്ന ഫാദർ പനന്തോട്ടത്തിൽ അച്ഛൻ. പേര് കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് പറയുന്നത് പേര്. പക്ഷെ രണ്ടുപേരും 1950 എന്നുള്ള വർഷം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കാം. ഓഡിയൻസിന് വേറെ ആർക്കെങ്കിലും ആൻസർ അറിയാമോ? ഹെൽപ്പ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ അറിയാവുന്ന ആരെങ്കിലും? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 1950 ഡിസംബർ 25 ഫാദർ ജോസഫ് പന്നിക്കോട്ട് തടത്തിലാണ് ആൻസർ. പേര് തെറ്റിപ്പോയി, സാരമില്ല. പക്ഷെ വർഷം രണ്ടുപേരും കറക്റ്റായിട്ട് പറഞ്ഞു. ഒന്ന് കൈയടിച്ചേ. ഇതാരാ അലഞ്ച? എൻ്റെ ചാച്ചനാണ്. ചാച്ചനാണ്. അപ്പോൾ നേരത്തെ അമ്മ വന്ന്, ഇപ്പോൾ പപ്പ വന്ന് എല്ലാവരും സഹായിക്കാനായിട്ട് സന്നദ്ധ കാണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അവര് മകളോടുള്ള സ്നേഹം ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് അല്ലേ? അപ്പ അമ്മ എല്ലാവരും മാറി മാറി വന്ന് സമ്മാനം മേടിക്കാനുള്ളൊരു വക ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ? എന്തായാലും പേര് തെറ്റിപ്പോയെങ്കിലും വർഷം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മെമൻറ്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. ഒരു കാര്യം ചെയ്യും, ചാച്ചൻ ഇവിടെ തന്നെ നിൽക്ക്. സമ്മാനമായിട്ട് അലൻ്റെ താഴേക്ക് പോരെ. ചാച്ച മാത്രല്ല, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. അവരെയും വളരെ സ്നേഹത്തോടെ നമുക്ക് പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്തേ. താമരശ്ശേരി രൂപതയിലെ താമരശ്ശേരി ഫൊറോനയിലെ 4 പാർട്ടിസിപ്പൻസ് നമ്മുടെ പ്രേക്ഷിത വാഹിനി കയറുകയും എല്ലാത്തിനും നല്ല കൃത്യമായിട്ട് ഉത്തരം പറയുകയും ചെയ്തു. നല്ല പാർട്ടിസിപ്പൻസ് ആയിരുന്നു, നല്ല മിടുക്കരായ കുട്ടികൾ, നല്ല കുഞ്ഞു മിഷണറിമാർ. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, നീയോ വിതച്ചു നീങ്ങുവാൻ ഒത്തിരി വിത്തുകൾ നിന്റെ അപ്പൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? വിതയ്ക്കുക എന്നതാണ് നിന്റെ ധർമ്മം. ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയും സാഹോദര്യം നിറഞ്ഞ സംഭാഷണവും സാരമില്ലെന്ന സൗമ്യമായ ഭാഷ്യവും അപരനു വേണ്ടി നീ വിതയ്ക്കേണ്ട വചനമത്രേ. ഫലങ്ങളിലേക്കുള്ള യാത്ര അവർ തുടങ്ങണമെങ്കിൽ വിത്തുകൾ നീ വിതയ്ക്കേണ്ടിയിരിക്കുന്നു. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. Santa Mission Christian. This is Sinu. This is Likita. Signing off. Thank you.
പ്രേഷിതവാഹിനി വന്നിട പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം.